സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഡക്ക് കറിയാണ്. അപ്പോൾ ഈ ഡക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരതേട്ടൻ മണ്ണുത്തിയിൽ ഫാം ഉണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ബ്രോയിലർ ഡക്കാണ്, അല്ലാതെ നമ്മുടെ നാടൻ ഡക്കൊന്നുമല്ല, ബ്രോയിലറാണ്. അപ്പോൾ അതിങ്ങനെ 1/2 കിലോൻ്റെ കിറ്റായിട്ടാണ് കിട്ടുക. അത് ഫ്രോസൺ ആയിട്ടുള്ള മീറ്റാണ് കിട്ടുക. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ തണുപ്പ് വിടാനായിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം തണുപ്പൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നായി കഴുകി, അതുപോലെ തന്നെ ഉപ്പും വിനാഗിരിയും കൂടി ഉള്ള വെള്ളത്തിലിട്ട് വെച്ച് അത് നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇത്തിരി മൂപ്പുള്ള ഡക്കാണ്. കാരണം നമുക്കത് കട്ട് ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ, ഇപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ടായാലും കത്തിര വെച്ചിട്ടായാലും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോണ്ട് ബലം കൊടുക്കേണ്ടി വരും. അതുപോലെ എല്ലിനൊക്കെ നല്ല ഉറപ്പുണ്ടെങ്കിൽ അത്യാവശ്യം മൂപ്പുള്ള ഇറച്ചിയാണെന്ന് അർത്ഥം. അപ്പോൾ നമ്മുടെ ചിക്കനും താറാവും കാഴ്ചയിലേക്കൊക്കെ ഏകദേശം ഒരു ബന്ധുക്കളായിട്ട് തോന്നുന്നു വെച്ചാലും ഇതിൻ്റെ ഇറച്ചിയുടെ ടേസ്റ്റിലായാലും ഇതിൻ്റെ വേവിലായാലും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് ഈ കോഴിൻ്റെ ഇറച്ചിയുടെ ടേസ്റ്റേ അല്ല, നമുക്കൊരു റെഡ് മീറ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. അതായത് മട്ടൻ്റെയൊക്കെ ഒരു ടേസ്റ്റിൻ്റെ ആ ഒരു ലെവലിലാണ്, അല്ലാതെ ഒരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിന് മുമ്പ് ഒരിക്കൽ ഇതുപോലെ തന്നെ ഭരതേട്ടൻ ഞങ്ങൾ ബീഫായാലും ഈ മണ്ണുത്തിയിലെ ഫാം ആണ്, അവിടെ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് 1/2 കിലോൻ്റെ കിറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് സംഭവം. ഞങ്ങളിതിന് മുന്നേ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് മൂപ്പുള്ള ഡക്കായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുക്കറിൽ ഞാൻ വേവിക്കണം. അല്ലെങ്കിലും ചിക്കൻ്റെ പോലെയല്ല, അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ അത്രയ്ക്കാണ് കുക്കറിൽ വേവിക്കാറ്. അപ്പോൾ ഞാൻ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം 2 വിസിൽ വേവിക്കും. അപ്പോൾ അധികം മൂപ്പില്ലാത്തതൊക്കെ ആണെങ്കിൽ ഈ 2 വിസിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. നന്നായിട്ട് വെന്ത് കിട്ടുക ഒരു 1/4 വേവായി കിട്ടും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ ചട്ടിയിലിട്ടിട്ടാണ് വേവിക്കാറുള്ളത്. ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ 2 വിസിൽ വേവിച്ചിട്ടും എനിക്കത് അത്ര വേവ് പോരാന്ന് പറഞ്ഞ് ഞാൻ 1 വിസിലും കൂടി വേവിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 3 വിസിൽ വേവിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 വിസിൽ വേവിക്കുക, പിന്നെ ജസ്റ്റ് 1 വിസിലും കൂടി. ഇപ്പോൾ ബീഫിൻ്റെ ഒന്നും അത്രയ്ക്ക് വേവില്ലെങ്കിലും ചിക്കനേക്കാളും കൂടുതൽ വേവുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിന് ഈ പറഞ്ഞ പോലെ ഒരു കുത്തുമണം കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പെരിഞ്ജീരകം ഇട്ടിട്ടാണ് നമ്മൾ ഇത് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴായാലും പെരിഞ്ജീരകം കുറച്ച് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ച് സൂക്ഷിച്ച് വയ്ക്കുക. അത് ഒരുപാട് നമ്മൾക്ക് ഹെൽപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് എടുത്ത് താഴ്ത്തിക്ക് വെക്കട്ടെ. എപ്പോഴും ഈ കബോർഡ് തുറക്കണ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ. അതായത് നമ്മൾ ഷൂട്ടിങ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് കബോർഡ് തുറക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ അതാത് സമയത്തേക്ക് എടുത്ത് തന്നെയുള്ളൂ. അപ്പോൾ എൻ്റെ മുളക് പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാര്യമായിട്ടുള്ള എരിവില്ല, എന്നാൽ എരിവുണ്ട് തന്നെ. അപ്പോൾ ഒരു 2.5 ടീസ്പൂണാണ് ഞാൻ മുളക് പൊടി ഇട്ടിരിക്കുന്നത്. കാരണം ഇനി നമ്മൾ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2.5 ടീസ്പൂൺ മുളക് പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 1 കിലോ ഡക്കാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിൻ്റെ വല്ലാണ്ട് തീ കൂട്ടിയിടരുത്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മീറ്റിലേക്ക് അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് മുമ്പ് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, അപ്പോൾ എൻ്റെ ചെറിയ സ്പൂണായതുകൊണ്ട് ഞാൻ അതിൽ തീരെ കുറച്ചൊക്കെ ഉള്ളൂ, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തത് കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഉപ്പ്, ആദ്യം തന്നെ നമ്മൾ കുറേ ഉപ്പ് ഇടരുതല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർക്കാമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ശരിക്കും കൈ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് എല്ലാ ഭാഗവും മിക്സായിന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മസാല പൊടിക്കുന്ന സമയത്ത് അതിലും കുറച്ച് കുരുമുളക് ചേർക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കുരുമുളകാണ് ഇപ്പോൾ പൊടിച്ചെടുക്കുന്നത്.
അതുപോലെ തന്നെ ഇഞ്ചി ഒരു സാമാന്യ ഒരു മീഡിയം സൈസ് ഒരു പീസ് നമ്മൾ അതിലിട്ട് ചതച്ചെടുത്തു. അതുപോലെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളി അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. ഇഞ്ചി എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇതിന് പിന്നെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ഉദ്ദേശിക്കുന്നതിൻ്റെ പകുതി അളവ് ഇഞ്ചിയാണ് ചതച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളി ആയാലും നമ്മൾ കറിയിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പകുതി അളവ് ഒരു 6 അല്ലിയൊക്കെ വെളുത്തുള്ളിയും പിന്നെ ഒരു അത്യാവശ്യം ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ് ഞാനിപ്പോൾ ചതച്ച് ചേർത്തിരിക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നിരിക്കണു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2 വിസിൽ നമ്മൾ കുക്കറിൽ വേവിക്കുക. അപ്പോൾ പല കുക്കറിനും പല വേവായിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള വഴറ്റാനുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം അല്ലേ. അപ്പോൾ ഞാൻ 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി, നേരത്തെ എടുത്തതിൻ്റെ അത്രയും തന്നെ ക്വാണ്ടിറ്റി ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നീളത്തിൽ സ്ലൈസാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ എടുത്ത് വയ്ക്കുക. പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളകും നമ്മൾ നെടുകെ കീറിയത് എടുക്കുക. അപ്പം അതിൻ്റെ എരിവ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് ഭാരതത്തിൽ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് വലിയ പച്ചമുളകാണ്. അതായത് നമ്മുടെ സ്രാങ്കും ചോണും റാവുത്തറൊക്കെ ഉള്ള പോലെ വലിയ വലിയ ടീമാണ് പച്ചമുളക്. ഇതെല്ലാതും ഈ സൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞ പച്ചമുളക് മുന്നേ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 4 ചേർത്തിരിക്കുന്നത്. കാരണം നമ്മൾ കുരുമുളകൊക്കെ ചേർക്കുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെറിയ പച്ചമുളക് ചേർത്തത്. അപ്പോൾ അതാ അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ച അത്ര വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു വിസിലും കൂടി വേവിക്കാനാണ് പരിപാടി. അതെനിക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു 3 വിസിൽ വേണ്ടി വരുന്നത്. ഇപ്പോൾ ഇതാ അപ്പുറത്ത് ഞാൻ ഒരു വിസിലും കൂടിയും വേവാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിത് ഇവിടെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ഇഷ്ടംപോലെ പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ ഞാൻ ആ വിസിൽ വരാൻ സമ്മതിച്ചില്ല. അത് വരണോടുകൂടി ഞാൻ ഓഫ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതിലിരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് വെന്തോളൂല്ലോ. അപ്പോൾ നമ്മുടെ സവോള നല്ല, അപ്പോൾ ആ വിസിൽ വന്നപ്പോൾ ഞാൻ മണ്ടക്കിയിട്ടൊരു തട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ മിണ്ടാണ്ടിരിക്കട്ടെ. അപ്പോൾ അതാ ഞാനിവിടെ സവോള നന്നായിട്ട് വിസിൽ പോയി. അപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചു കേട്ടോ. അപ്പം നമുക്കിവിടെ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് എപ്പോഴും നമ്മൾ നല്ല ഗോൾഡൻ കളറിൽ നിന്ന് വിട്ടിട്ട് ചെറിയ ബ്രൗൺ കളറിലേക്ക് മാറുമ്പോഴാണ് നമ്മുടെ ആ കറിക്ക് തന്നെ നല്ലൊരു ബ്രൗൺ കളർ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട്. കാരണം ഈ ഡക്കിൻ്റെ കറി എപ്പോഴും കുറച്ച് ചാറോട് കൂടിയിട്ടാണ് എപ്പോഴും നല്ലത്. ഡ്രൈ ആക്കി എടുക്കുന്നതായിട്ടും നല്ലത്. നല്ലോണം എല്ലൊക്കെ ഉള്ള കറികളായതുകൊണ്ട് നമുക്ക് കുറച്ച് ചാറ് ഉള്ളതാണ് നല്ലത്. അപ്പം ഞാൻ എന്താ സവോള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ അതിലേക്ക് ഇടുകയാണ്. അതായത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മളിതിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ സാധാരണ മീറ്റ് കറികളിലൊക്കെ ചെയ്യണ പോലെ തന്നെ അതൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് നമ്മൾ പൊടികളൊക്കെ ഇടും. പക്ഷേ ഇതിൽ ഓൾറെഡി നമ്മൾ പൊടികളൊക്കെ വറുത്ത് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ തക്കാളി, അപ്പോൾ ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസ് 2 തക്കാളിയാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകിൽ ബാക്കിയുള്ളതും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി ഇങ്ങനെ വല്ലാതെ പേസ്റ്റ് രൂപത്തിലൊന്നും ആവേണ്ട, അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയാൽ മതി. ബാക്കിയുള്ളത് നമ്മൾക്ക് അത് വേവിക്കുമ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് തുറന്ന് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ രാവിലെ ചോറ് വെച്ചത് ഈ അടുപ്പിലാണ്. അപ്പോൾ കുറേ നാളായിട്ട് അടുപ്പ് മിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുപ്പിന് ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റിയതുകൊണ്ടാണ് ഞാൻ കുറേ നാളായിട്ട് അടുപ്പിലെ പരിപാടികളൊന്നും കാണിക്കാതിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ കത്തിച്ചതിൻ്റെ ഒരു ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ടോ പേപ്പർ ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം ചൂട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തീ കത്തിപ്പിടിച്ചു. അപ്പോൾ ഇത് ഏതടുപ്പാന്നൊക്കെ കുറേ പേര് ചോദിച്ചു. ഇത് സാധാരണ നമ്മുടെ പുകയില്ലാത്ത അടുപ്പെന്ന് പറയണില്ലേ, ആ അടുപ്പാണിത്. ആലുവ അടുപ്പ്, പുകയില്ലാത്ത അടുപ്പ് എന്നൊക്കെ പറയും. അതാണ് സംഭവം.
അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇത് ഫുള്ള് സ്റ്റീലായിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഫുൾ സ്റ്റീലാവുമ്പോൾ ചൂടാവുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ ചൂട് പിടിക്കും. അപ്പം നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ടൈലില്ലേ ആ സ്ഥലത്തും സ്റ്റീലായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യൊക്കെ അറിയാതെ കൊള്ളുമ്പോൾ തന്നെ നല്ല സുഖം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടാന്ന് വെച്ചത്. ഇപ്പോൾ ഇതാ നമ്മുടെ വേവിച്ചതും അതുപോലെ തന്നെ വഴറ്റിയതും എല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് തട്ടുകയാണ്. ഇപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ ഉള്ള തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാ ഐറ്റംസും കൂടി മിക്സാവും. അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ഫ്ലേവർ കൂടുതലും കുറവും ആവശ്യമുള്ളതിനനുസരിച്ച് നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. അപ്പോൾ അത് തീയൊക്കെ നന്നായിട്ട് കത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഞാൻ ഉരുളി അടച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഇത് ഇത്തിരി വലിയ സൈസുള്ള ഉരുളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്കുള്ള മസാലകൾ പൊടിച്ചെടുക്കുകയാണ്. സോറി, ഞാൻ മസാലകൾ വറുക്കണത് കാണിക്കുക. അത് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അളവുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കുറച്ച് തേങ്ങ ചെറിയത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 1/4 മുറി തേങ്ങയുള്ളൂ കേട്ടോ, കുറേ അധികമൊന്നുമില്ല. അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കുറച്ച് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുകയാണ്. അതായത് കുറച്ച് ഗ്രേവിയിൽ എടുക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടില്ലേ, കുറേ അധികം ക്വാണ്ടിറ്റി ഒന്നുമില്ല, കുറച്ച് തേങ്ങാപ്പാലിനേ ഉള്ളൂ. അതവിടെ അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ മസാല പൊടിക്കാൻ ആവശ്യമുള്ള ഞാൻ പറഞ്ഞുതരാം. ഒരു ഫുള്ള് ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ ഒരു 2 ഏലക്കായ, ഒരു 3 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ടാണ് ഞാൻ വറുത്ത് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ പെരിഞ്ജീരകമാണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതിലിട്ടിട്ട് ഇടിച്ച് പൊടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഫുള്ളായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക, വീണ്ടും അടച്ചു വയ്ക്കുക. അപ്പോൾ ഇതാ ഞാൻ ഒരു 3-4 കഷ്ണം വിറക് കത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ചോറ് വെച്ചിട്ടുള്ള എൻ്റെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ 2 പീസ് വിറക് വെച്ചപ്പോൾ തന്നെ നല്ലോണം കനലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഹൈ ഫ്ലെയിമിൽ അങ്ങനെ കത്തിക്കാറില്ല. കാരണം മൺചട്ടിയിലൊക്കെ വേവിക്കുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു ചെറിയ തീയിൽ ഇങ്ങനെ വേവുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ വേവും കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഫ്രഷായിട്ട് വറുത്ത് പൊടിക്കണ മസാലയൊക്കെയാണ് മീറ്റിലേക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ കുറച്ചുകൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടി അടച്ചു വയ്ക്കാം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് വെള്ളം വറ്റുന്നുണ്ടോ അതൊക്കെ നമുക്ക് അറിയാനായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഡക്കൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ചു. അതായത് റെഡ് മീറ്റ് ആ ടൈപ്പ് മട്ടൻ ബീഫൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചിക്കൻ്റെ യാതൊരു ടേസ്റ്റും ഇല്ല. കാണാൻ തന്നെ ഈ താറാവും കോഴി ഒരുപോലെയുള്ളൂ, ടേസ്റ്റിലൊരിക്കലും ഒരുപോലെയല്ല. അപ്പോൾ ഇത് ഒരുവിധം നമ്മൾ ഒരു 3 വിസിൽ വേവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ആവാനും ഒന്നുകൂടിയും ഒന്ന് ഒരു കുറച്ചും 3/4 വരെ വേവായിട്ടുണ്ട്. കുറച്ചും കൂടി വേവ് വേണ്ടു. അപ്പോൾ അതുകൊണ്ട് അധികം കുക്കിംഗ് ടൈം ആവശ്യമില്ല. അതൊന്ന് മനസ്സിൽ കണക്കാക്കുക. പിന്നെ കുറേ പേര് പറഞ്ഞു ഞങ്ങൾക്ക് അടുപ്പില്ല, അടുപ്പിൽ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഗ്യാസ് അടുപ്പുമ്പോൾ തന്നെ വളരെ കുറഞ്ഞ തീയിലിട്ടിട്ട് ചെയ്താലും ഈ ഒരു ടേസ്റ്റ് ഏകദേശമൊക്കെ കിട്ടും. ഫുള്ളായിട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, ഏകദേശം ഇതിൻ്റെയൊക്കെ അടുത്ത് വരുന്നൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ചൊരു ചാറോട് കൂടിയിട്ട് എടുക്കുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ആ കറി റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒന്ന് പകർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഈ പാത്രം ഭയങ്കര വലുതായതുകൊണ്ടാണ്, ഈ ഉരുളി നല്ല വലിപ്പമുള്ളത് കൊണ്ടാണ്. അപ്പോൾ 1 കിലോ ഞാൻ പറഞ്ഞല്ലോ, 1 കിലോ ആണ് നമുക്ക് എടുത്തിരിക്കണത്. ഇത് വലിയൊരു ചട്ടിയായിരുന്നു. ഇതിൽ അത്യാവശ്യം നല്ലോണം ക്വാണ്ടിറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അത് ഇതായിരുന്നു ഞങ്ങളുടെ മെനു. അതായത് ഡക്കും പിന്നെ പരിപ്പും കാബേജും കൂടിയിട്ടുള്ള തോരനും, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സാമ്പാറും, പിന്നെ നമ്മുടെ വടുകപ്പുളി, നാരങ്ങ അച്ചാറും. പിന്നെ ഊണ് കഴിക്കാൻ നേരത്തെ ഞാൻ പപ്പടം കൂടി കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതിന് മുമ്പേ
ഫോട്ടോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഒരു മിനിയേച്ചർ കുഞ്ഞു ചട്ടിയിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ചട്ടി പ്രാന്തായതുകൊണ്ട് എനിക്ക് എപ്പോഴും ഈ ചട്ടി വാങ്ങിച്ചു കൂട്ടൽ ഇത്തിരി കൂടുതലാണ്. എനിക്കറിയാതെ, എന്നാലും ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് കുറേ നാളായിട്ട്. അന്ന് 20 രൂപയ്ക്ക് അങ്ങനെയാണ് ഈ കുഞ്ഞു ചട്ടി വാങ്ങിച്ചത്.